الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് പരിപൂർണ തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ ഒരു അനുഗ്രഹം നൽകിയ സമൂഹമാണ് മുസ്ലിം സമൂഹം. റബ്ബ് തആല അവരെ നിയോഗിച്ചത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സമൂഹത്തിന് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിയാറുകൾ മുത്തഖികൾ ആരാണ് എന്നതിന്റെ ഒരു സാക്ഷിയാകാൻ, പടച്ചവന്റെ ദീനിന്റെ സാക്ഷികളാകാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് പ്രത്യേകമായ പേരും പദവിയും നൽകി അള്ളാഹു നമ്മെ നിയോഗിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും തലങ്ങളിലും വിശ്വാസികളുടെ ജീവിതം മറ്റുള്ളവർക്ക് എപ്രകാരം മുന്നോട്ട് പോകണം എന്നതിനൊരു മാതൃകയാകണം. ശക്തമായ ചൂട് ആണ് ഇപ്പോൾ നാം അനുഭവിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഗൾഫ് നാടുകളിലുള്ള ചൂടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത്ഭുതത്തോടു കൂടി കേട്ടിരിക്കാറുണ്ട്. ഗൾഫിൽ പോയി വന്നവരൊക്കെ പറയുമ്പോൾ ഇന്നൊരു പക്ഷേ അതിനേക്കാൾ വലിയ ഒരു ചൂട് നാം അനുഭവിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. മഴയുടെ കുറവ്
നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ അള്ളാഹുവിനോട് ഈ ചൂട് കുറച്ചു തരാൻ, മഴ ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, ഉപകാരപ്രദമായ മഴയെ ഞങ്ങൾക്ക് നീ ധാരാളമായി ചൊരിഞ്ഞു നൽകണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുക. തീരെ പറയാൻ കിട്ടാത്ത ആളുകൾ അല്ലാഹുമ്മസ്ഖിന എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ചൂട് സന്ദർഭത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ചില നിബന്ധനകളും നിയമങ്ങളൊക്കെ നമ്മുടെ സർക്കാരുകൾ പറയാറുണ്ട്. അതെല്ലാം നമ്മൾ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചൂടിനെ അജബല്ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസികളുടെ കാര്യം അത്ഭുതമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. കാരണം അവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാം നന്മയായിട്ട് ഭവിക്കുന്നു. ഇൻ അസാബതുഹു സറാഹു ശകറ, അവർക്ക് വല്ല നന്മയും ബാധിച്ചാൽ അവർ അതിന് നന്ദി കാണിക്കും അല്ലാഹുവിനോട്. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അത് അവർക്ക് നന്മയായി ഭവിക്കും. വഇൻ അസാബതുഹു ദർറ, അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ബാധിച്ചു കഴിഞ്ഞാൽ, അത് ചൂടാവട്ടെ, തണുപ്പാവട്ടെ, ദാരിദ്ര്യമാകട്ടെ, മറ്റൊരു മാറാവ്യാധികളാവട്ടെ, സാമ്പത്തികമോ ശാരീരികമോ ആവട്ടെ പ്രയാസങ്ങൾ അവരെ ബാധിച്ചാൽ സ്വബറ, അവർ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അതും അവർക്ക് നന്മയായി മാറുന്നു എന്നാണ്. അപ്പൊ ഈ ചൂടിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ശപിക്കാൻ പാടില്ല. ചിലർ പറയും ഹറാക്കിന്റെ ചൂട്, ഇടങ്ങേറുള്ള ചൂട്, അങ്ങനത്തെ ചൂട്, ഇങ്ങനത്തെ ചൂട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാപവാക്കുകൾ വായിന്നു വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു കാര്യത്തെയോ ശപിച്ചാൽ ആ ശാപം അത് അർഹിക്കാത്തതാണെങ്കിൽ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരുത്താം. അപ്പൊ ചൂട് തരുന്ന അള്ളാഹിന്റെ പരീക്ഷണം. അള്ളാഹ്ക്ക് നമ്മുടെ ശാപം തല ഇരിക്കൂലല്ലോ, അതുകൊണ്ട് തന്നെ തിരിച്ചങ്ങോട്ട് വരും, നമ്മളെ തലയിൽ തന്നെ വരും. അതുകൊണ്ട് ശപിക്കാൻ പാടില്ല, മറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, പടച്ചോനെ ചൂടൊന്ന് കുറച്ചിരണമേ എന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഏതൊരു പരീക്ഷണവും റസൂൽ നമ്മൾ പറഞ്ഞ പോലെ നന്മയാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. എങ്ങനെ നന്മയാക്കി മാറ്റുക? വെള്ളമില്ലാത്ത ആളുകൾക്ക്, പൈസയുള്ള ആളുകൾ വെള്ളം എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കിണറുകൾ കുഴിക്കാൻ, ജാരിയായ സ്വതക്കയാണ് ജലാശയങ്ങൾ ഉണ്ടാക്കാൻ. കിണർ കുഴിക്കാൻ കഴിവില്ലാത്ത പല ഗ്രാമങ്ങളോ അല്ലെങ്കിൽ പ്രദേശങ്ങളോ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കിണറുകൾ കുഴിച്ചു കൊടുക്കുക. പൈപ്പ് ലൈൻ ഇല്ലാത്ത ഭാഗത്താണെങ്കിൽ കഴിയുമെങ്കിൽ പൈസ ചെലവാക്കിയിട്ട് അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഖിയാമത്ത് നാൾ വരെയും അത് നിലനിൽക്കുന്ന കാലത്തോളം നമുക്ക് ആ നന്മ കിട്ടിക്കൊണ്ടേ ഇരിക്കും എന്നാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ഇതേപോലെ ചൂടുള്ള ഒരു സന്ദർഭത്തിൽ ജനങ്ങളൊക്കെ വന്ന് പരാതി പറഞ്ഞു, ഒരു കിണറുണ്ട്, അത് ജൂതന്റെ കയ്യിലാണ്, അയാൾ വെള്ളം തരുന്നില്ല, വലിയ പൈസയാ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് വെള്ളമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുണ്ട് ആ കിണർ വാങ്ങി ദാനം ചെയ്യാൻ? അതൊരു ജാരിയായ സ്വതക്കയാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ വാങ്ങിക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജൂതൻ ചോദിച്ച പൈസ വിലപേശാതെ അത് എണ്ണിക്കൊടുത്ത് ആ കിണർ വാങ്ങിയിട്ട് ജനങ്ങൾക്ക് വഖഫ് ചെയ്തു. ബിഅർ ഉസ്മാൻ എന്നറിയപ്പെടും. ഇന്ന് നമുക്ക് കാണാം, ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഇന്നുണ്ടാക്കുന്നത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എത്ര കൊല്ലായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു പുണ്യം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അതേപോലെ നമ്മുടെ നാടുകളിലൊക്കെ മുമ്പ് അങ്ങനെ ഉണ്ട്. പണ്ടൊക്കെ ഈ ബസ്സും വാഹനങ്ങളും കൂടുതലാ സമയത്ത് അത്താണികൾ കാണാൻ കഴിയും. അത്താണി, എന്താ അത്താണി? ചുമട്, തലച്ചുമടായിട്ട് ചരക്കുകൾ കൊണ്ടുപോകുമ്പോ കഴുത്ത് കടയുമ്പോ പ്രയാസപ്പെടുമ്പോ അതാ അത്താണി. കല്ലിങ്ങനെ രണ്ട് കല്ല് നാട്ടി വെച്ച് കുറുകൊരു കല്ല് വെച്ചിട്ടുണ്ടാവും, അതിലിങ്ങനെ ഇറക്കി വെക്കാം. ഒരാളുടെ സഹായം ഇല്ലാതെ അത് വലിച്ച് തലയിലേക്ക് വെക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള അത്താണിയിൽ എഴുതി ഇന്ന ആളുടെ വക എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ മുഅ്മിനീങ്ങളത് എഴുതൂല, അല്ലാത്ത ആളുകൾ എന്തുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ പല സ്ഥലത്തിന്റെ പേരെന്നെ അത്താണി, അല്ലെ? രണ്ടത്താണി, നാലത്താണി, പേര് കേട്ടിട്ടില്ലേ?
ഇതാണ് സംഭവം. അതേപോലെ തന്നെ സത്രങ്ങൾ, യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള സത്രങ്ങൾ പണ്ടുണ്ടായിരുന്നു. അതുപോലെ കിണറുകൾ, ജലാശയങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അപ്പൊ ഏതൊരു പരീക്ഷണത്തെയും നമുക്ക് നേട്ടമാക്കി മാറ്റുക, അതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അപ്പോൾ കഴിയുന്ന ആൾ ചെയ്യും. അതേപോലെ നമുക്ക് മാത്രം പോരാ വെള്ളം, കോഴിക്കും പൂച്ചയ്ക്കും നായക്കും ഒക്കെ വെള്ളം വേണം. ഒരു വീടിന്റെ പരിസരത്ത് പാത്രങ്ങളിൽ വെള്ളം വെക്കണം. പക്ഷികളും അതുപോലെ മൃഗങ്ങൾക്കൊക്കെ കുടിക്കാൻ അവരുടെ കരുണ കാണിക്കണം. ഇതൊക്കെ ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. അതുപോലെ വെള്ളം വേസ്റ്റ് ചെയ്യാതിരിക്കുക. കുറെ വെള്ളം എടുത്തിട്ട് കാറ് കഴുകുക അല്ലെങ്കിൽ മുറ്റം കഴുകുക, ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും, പക്ഷേ അള്ളാഹു പരീക്ഷിച്ചാൽ ആ വെള്ളം പോകും. നിങ്ങൾ കുടിക്കുന്ന വെള്ളല്ലേ, അതങ്ങ് ഭൂമിയിലേക്ക് നിങ്ങൾ താഴ്ന്നു പോയാൽ, ഉറവ വറ്റിപ്പോയാൽ ആരുണ്ട് നിങ്ങൾക്കത് കൊണ്ടുതരാൻ? അള്ളാഹു അല്ലാതെ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരും. ദൂർത്തടിക്കരുത്. വെള്ളത്തിന്റെ വിഷയമാണെങ്കിലും ഒതു എടുക്കുമ്പോഴും പൈപ്പ് ലിമിറ്റ് ചെയ്ത് വെക്കാത്തത് പെട്ടെന്ന് ഒതു എടുത്ത് കഴിയാൻ വേണ്ടിയിട്ടാണ്. അതിനർത്ഥം പൈപ്പ് ഇങ്ങനെ തുറന്നിട്ടിട്ട് കുറെ 10 ആൾ ഒതു എടുക്കണം വെള്ളം ഒരാൾ ചെലവാക്കണം എന്നല്ല. നമ്മുടെ കയ്യിൽ അള്ളാഹു തന്നിട്ട് നിയന്ത്രണം തന്നിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം പാകത്തിന് തുറക്കുകയും എത്രയും വേഗം ഒതു എടുത്തിട്ട് പൈപ്പ് ഓഫ് ചെയ്യുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നദിയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിലും ഇങ്ങനെ കോരരുത് എന്നാണ്. കൈക്കുമ്പിൾ എടുക്കാൻ പാടുള്ളൂ. ഒരു പുഴയെന്നോ കുളത്തുനിന്നോ ഒതുകൊടുക്കുകയാണെങ്കിലും വലിയ ടാങ്കെന്ന് ഒതുകൊടുക്കുകയാണെങ്കിലും ഒന്നോട്ട് ഇങ്ങനെ വാരി മുഖത്തേക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, അത് പാടില്ല. നിങ്ങൾ കൈക്കുമ്പിളിൽ വെള്ളം എടുക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് വെള്ളം എന്നത് ഉള്ളത് തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. താഴ്ന്ന് മേലെ പോകുന്നു, വീണ്ടും താഴേക്ക് വരുന്നു, വീണ്ടും മേലെ പോകും, താഴേക്ക് വരുന്നു. റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന സംഗതിയാണ്, അധികരിക്കുന്ന ഒരു സാധനമല്ല. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്ത് അള്ളാഹു തരും, അല്ലാത്തടത്ത് അള്ളാഹു പിടിച്ചു വെക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു മുഅ്മിനിന്റെ സ്വഭാവമായി, സംസ്കാരമായി നമ്മൾ മാറ്റുകയും ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, വിശ്വാസികൾക്ക് ഈ കഠിനമായ ചൂടുള്ള സമയത്ത് ഏതൊരു വിഷയത്തിൽ നിന്നും അവർ പരലോകവുമായി ബന്ധപ്പെടുത്തി വരാനിരിക്കുന്ന ശാശ്വതമായ ലോകത്തിലെ ജീവിതവും അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി സ്വന്തം ജീവിതം ചിട്ടപ്പെടുത്താനും സംസ്കരിക്കാനുമുള്ള സന്ദർഭമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. ചൂട് കഠിനമാകുമ്പോ, കഠിനമായ ചൂട് അനുഭവപ്പെടുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, അത് നരകത്തിന്റെ തീജ്വാലയിൽ നിന്ന് വരുന്ന ആവിയാണ്. നരകം ഇങ്ങനെ ആളിക്കത്തുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് വരുന്ന ചൂടാണ് കഠിനമായ ചൂടായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ചില സന്ദർഭത്തിൽ കഠിനമായ തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് രണ്ടിനെ കുറിച്ചും പറഞ്ഞു. നരകം അതിന്റെ രക്ഷിതാവിനോട് സങ്കടം പറഞ്ഞു. നരകം പറഞ്ഞു, പടച്ചവനെ, ചൂട് കാരണം അല്ലെങ്കിൽ തണുപ്പ് കാരണം എന്റെ ഒരു ഭാഗം മറ്റു ഭാഗത്തെ തിന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് നരകം പടച്ചവനോട് പറഞ്ഞപ്പോ അതിന് രണ്ട് ദീർഘശ്വാസം വിടാൻ അല്ലാഹു അനുമതി കൊടുത്തു. കഠിനമായ ചൂട് നരകത്തിൽ, അതികഠിനമായ ചൂടുള്ള നരകത്തിൽ സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തുള്ള തണുപ്പാണ് നരകത്തിലുള്ളത്. അതികഠിനമായ തണുപ്പുള്ള പാനീയം, ദുർഗന്ധമുള്ള പാനീയം, അതികഠിനമായ തണുപ്പുണ്ട് നരകത്തിൽ. അതൊരു ശിക്ഷയാണ്. നരകത്തിന്റെ ഒരു ഭാഗത്ത് കഠിനമായ തണുപ്പ്, സഹിക്കാൻ കഴിയാത്ത തണുപ്പ് കൊണ്ടുള്ള ശിക്ഷയാണ്. അപ്പോൾ ആ തണുപ്പ് കാലത്ത് തണുപ്പുള്ള ഒരു ശ്വാസം വിടാൻ നരകത്തിന് അല്ലാഹു അനുവാദം കൊടുത്തു. അതികഠിനമായ നരകത്തെ ആളിക്കത്തുമ്പോ ആ നരകത്തിന് ഒരു ശ്വാസം വിടാൻ, ചൂടുള്ള ഒരു ശ്വാസം വിടാൻ അല്ലാഹു അനുവാദം കൊടുത്തു.
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന കഠിനമായ ചൂടുണ്ടല്ലോ, അത് സഹിക്കാൻ കഴിയാത്ത അതികഠിനമായ തണുപ്പും നരകം പുറത്തേക്ക് വിടുന്ന കാറ്റാണ്, ശ്വാസമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ. ചൂട് കാറ്റിങ്ങനെ മുഖത്തേക്ക് അടിക്കുമ്പോഴേ നരകത്തിലെ ഓർമ്മ വരണം. പടച്ചവനെ, അത് വിടുന്ന ശ്വാസം ഇതാണെങ്കിൽ ആ നരകത്തിനകത്തെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ എന്ന് ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, കർമ്മങ്ങൾ നന്നാക്കാൻ, എനിക്ക് മരിക്കണം എന്ന ബോധമുണ്ടാവാൻ ഈ ചൂടും തണുപ്പുമൊക്കെ നമുക്ക് ഉപകരിക്കേണ്ടതുണ്ട്. നമ്മളെ നന്നാവാൻ, നമ്മുടെ സ്വഭാവം നന്നാക്കേണ്ടത് കാരണമാകേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. 3 തരത്തിലുള്ള ചൂടുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വാണിംഗ് ചെയ്യുന്നുണ്ട്, നമ്മെ താക്കീത് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ചൂട് ഖബറിലെ ചൂടാണ്. അല്ലെ, ബെഡ്റൂമിലൊക്കെ പോയിട്ട് ഇപ്പൊ നമുക്ക് എത്ര ഫാൻ സ്പീഡ് കൂട്ടിയാലും പോരാ, അല്ലെ? എ സി വെച്ചാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല. എ സി ഒരു സെക്കൻഡ് ഓഫ് ചെയ്യാൻ പറ്റില്ല, കറണ്ട് പോയാലുള്ള പ്രശ്നം. പ്രിയമുള്ളവരെ, വിശാലമായ ബെഡ്റൂമിൽ എ സി ഉണ്ടായിട്ടും നമുക്ക് ഉറക്കം വരുന്നില്ല എങ്കിൽ, അതില്ലാതെ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, നമ്മളെ ചെന്ന് കിടക്കേണ്ട ഏത് പ്രമാണിയും പണ്ഡിതനും പാമരനും ഏത് നേതാവും ഭരണാധികാരിയും ചെന്ന് കിടക്കേണ്ട ഒരു കുഴിയുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അത് തന്നെയാണ്. 6 അടി താഴ്ചയിൽ അടിഭാഗത്ത് 1.5 അടി വീതിയും മുകളിൽ 3 അടി വീതിയുമായി കൊണ്ട് ആ വലിയ കുഴിയിൽ നമ്മളെ മറമാടി വരുമ്പോ അതിനകത്ത് ആരും എ സിയുടെ തണുപ്പിട്ട് കൊടുക്കാറില്ല, ഫാനോ എക്സോസ്റ്റോ അതിൽ വെക്കാറില്ല. അവിടെ ലഭിക്കേണ്ട തണുപ്പ് അടച്ചടപ്പിന്റെ അടുക്കിൽ നിന്ന് ലഭിക്കുന്ന ആ അമൃസ്വലിഹാത്തിന്റെ തണുപ്പാണ്, സ്വർഗത്തിന്റെ തണുപ്പാണ്. എന്നാൽ അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, പാപികളായ ആളുകളെ പടച്ചവനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചിന്തയില്ലാതെ, ഖുർആനും സുന്നത്തും പഠിക്കാതെ അത് പാലിക്കാതെ തോന്നിയതുപോലെ ജീവിച്ചു തീർത്ത ആളുകള് ആ ഖബറിൽ മലക്കുകൾ വന്നുകൊണ്ട് മുൻകർ നക്കീർ അലൈഹിസ്സലാം വന്നുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ അടിവാങ്ങുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ ആ ചോദ്യം കഴിഞ്ഞ അവസാനം അവര് പറയുകയാണ്, പടച്ചവൻ അവൻ വിളിച്ചു പറയുന്നു, അള്ളാഹു ഏർപ്പെടുത്തിയ ഒരു വിളിയാണ്. ആ മലക്കുകളോട് പറയുന്നു, മനുഷ്യനോട് പറയുന്നു, എന്ത് ചോദിച്ചാലും ലാ അദ്രി എന്ന് പറയുന്ന മനുഷ്യനോട് പടച്ചവൻ ഏൽപ്പിച്ച വിളിയാളൻ വിളിച്ചു പറയുകയാണ്, നീ പറഞ്ഞത് കളവാണ്, നീ അറിയാൻ ശ്രമിച്ചില്ല, നിന്റെ ജീവിതത്തിൽ അനുസരിക്കാൻ നീ ശ്രമിച്ചില്ല, അതുകൊണ്ടാണ് നിനക്കത് അറിയാത്തത്. ജീവിതത്തിൽ സിനിമ സ്റ്റാറുകളെയും അതുപോലെ സ്പോർട്സ്മാൻമാരെയും അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരെയും അനുകരിച്ച എല്ലാ ചവറുകളും വാരി ജീവിതമാക്കി മാറ്റിയ ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദിച്ചാൽ അറിയില്ല, അള്ളാഹിനെ കുറിച്ച് ചോദിച്ചാൽ അറിയില്ല, ഖുർആനെ കുറിച്ച് ചോദിച്ചാൽ അവർക്കറിയില്ല. അവസാനം അറിയില്ല എന്ന ഉത്തരം കിട്ടുമ്പോ അള്ളാഹ് പറയുകയാണ്, നീ കളവാണ് പറഞ്ഞത്, നീ അറിഞ്ഞില്ല, അറിയാൻ ശ്രമിച്ചില്ല നീ. അതുകൊണ്ട് അവന്റെ ഖബറിലേക്ക് നരകത്തിന്റെ തീയിന്റെ ഒരു വിരിപ്പെന്ന് വിരിച്ചു കൊടുക്കുന്ന മലക്കുകളെ, നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന തീയിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കലവാ, തീ നിറച്ച മെത്തയാക്കി അവന്റെ ഖബറിനെ നിങ്ങൾ മാറ്റൂ. അവനെ തീയിന്റെ ഉടുപ്പുകൾ ഉടുപ്പിക്കുക, അവന്റെ ഖബറിലേക്ക് നരകത്തിൽ നിന്നൊരു വാതിൽ തുറന്നു വെച്ചു കൊടുക്ക്. ആ നരകത്തിന്റെ ദുർഗന്ധങ്ങളും ഉഷ്ണക്കാറ്റും ആ പ്രയാസങ്ങളും അവന്റെ ഖബറിലേക്ക് വരട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് കൽപ്പിക്കും. അപ്പോൾ ആ ഖബറിൽ അതികഠിനമായ ചൂടാണ്, ദുർഗന്ധമാണ് ആ ഖബർ. അതുകൊണ്ട് എന്താണ് ഖബറിലെ ചൂട് കുറയ്ക്കാൻ? ഖബറിലെ ചൂട് കുറയ്ക്കാൻ എന്താണ് പരിഹാരം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾക്ക്
ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അവന്റെ തലഭാഗത്തുകൂടെ അള്ളാഹുവിന്റെ ശിക്ഷകളും പരീക്ഷണങ്ങളും വരും. അപ്പോൾ ഖുർആൻ അവൻ ഓതിയ, അവൻ പഠിച്ച ഖുർആൻ ഉണ്ടല്ലോ, അവന്റെ തലയുടെ ഭാഗത്ത് ഒരു ഷീൽഡ് പോലെ പോയി നിന്നുകൊണ്ട് ആ ശിക്ഷകളെയും ആ കഠിനമായ ചൂടിനെയും തടുപ്പിനെയും തട്ടിക്കളയും, അതിനെ പ്രതിരോധിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂലുകളെ പഠിപ്പിക്കുകയാ. എങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച ഇവിടെ വന്നിരിക്കുന്നത് വരെ എത്ര പേജ് ഓതി നമ്മൾ, എത്ര സൂറത്ത് ഓതി, എത്ര ഏതെങ്കിലും ഒരു സൂറത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചോ? നമ്മുടെ ജീവിതത്തിന്റെ ഗൈഡായിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി അല്ലാഹു എന്ന ഖുർആൻ ഈ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ എത്ര ഓതി, എത്ര പഠിച്ചു? നാളെ നമ്മുടെ ഖബറിലെ ചൂടിനെ തടുക്കാൻ, ഖബറിലെ ശിക്ഷയെ തടുക്കാൻ നമ്മുടെ തലയുടെ ഭാഗത്ത് നിന്ന് വന്ന് നിന്നുകൊണ്ട് നമ്മുടെ ആ ശിക്ഷകൾക്ക് നമ്മൾ ഡിഫെൻഡ് ചെയ്യുമെന്ന് പറയുമ്പോ അതിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ? അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ നിന്ന് രക്ഷ നേടാൻ സ്വതക്ക നൽകുക, സ്വതക്ക നൽകുക. തീർച്ചയായും സ്വതക്ക അവന്റെ ഖബറിലേക്ക് വരുന്ന ചൂടിനെ ആ സ്വതക്ക എന്ന് ഊതിക്കളയും, പറത്തിക്കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ സ്വതക്ക കൊടുത്ത ആളുകൾക്ക് ഖബറിൽ ചൂടുകാറ്റ് വരുന്നതില്ലെന്ന്, ഖബറിലെ ചൂടില്ലെന്ന് ആ സ്വതക്ക കുളിരായി മാറും. ഖബറിലെ കുളിരാണ് സ്വതക്ക എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ഓരോ വിശ്വാസികളും നാളെ പരലോകത്ത് ഖബറിലാണെങ്കിലും മഹ്ശറിലാണെങ്കിലും അവർ കൊടുത്ത സ്വതക്ക ഒരു തണലായിട്ട് അവരുടെ മുകളിൽ വരും. അല്ലെ, നമ്മൾ ചൂട് സമയത്ത് ഇങ്ങനെ നടക്കുമ്പോ ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ ഒരു നിഴല് കണ്ട് അതുമ്പോ പോയി പറ്റാറില്ലേ? അല്ലെ, ഒരു ചെറിയ ചെടിയുടെ നിഴല് കണ്ട് അതിൽ പോയി പറ്റാറില്ലേ? അതുകൊണ്ട് ചെറിയ സ്വതക്കയാണോ വലിയ സ്വതക്കയാണോ, നിങ്ങളുടെ മനസ്സിന്റെ വിശാലതക്കനുസരിച്ചുകൊണ്ട്, അല്ലാഹു നിങ്ങൾക്ക് തന്ന കഴിവനുസരിച്ചുകൊണ്ട് സ്വതക്ക വർദ്ധിപ്പിച്ചോ. എത്ര സ്വതക്ക നിങ്ങൾ കൊടുക്കുന്നുവോ അത്രയും കുളിരും നേളുമായി നിങ്ങൾക്കത് പരലോകത്ത് വരും. അപ്പോ ഉണ്ടായിട്ട് കുറച്ചു കൊടുക്കുന്നവർക്ക് പോസ്റ്റ്കാരന്റെ നേരിട പോലെ കിട്ടുള്ളൂ. മനസ്സിലായോ? ഇല്ലാത്തവര് കുറച്ചു കൊടുത്താലും അവർക്കത് വലിയ തണലായിരിക്കും. ഉമർ റളിയല്ലാഹുവിന്റെ സമ്പത്തിന്റെ പകുതി കൊടുത്തു, ഉസ്മാൻ 3/1 കൊടുത്തു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചില നാണയത്തുട്ടുകൾ മാത്രമേ ഉള്ളൂ കയ്യിൽ, എല്ലാം കഴിഞ്ഞു കൊടുത്ത്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് ആ ഉള്ള നാണയത്തുട്ടുകളും പെറുക്കി കൊണ്ടുപോയപ്പോൾ റസൂൽ പറഞ്ഞു, എല്ലാ സ്വതക്കയേക്കാളും അള്ളാഹുവിന്റെ തുലാസിൽ അന്ത്യനാള് വരെ അബൂബക്കറിന്റെ സ്വതക്കയെ വെല്ലാൻ ഇനിയൊരു സ്വതക്കയില്ല. എന്താണ്? ആ മനസ്സിന്റെ ഇഖ്ലാസാണത്. ഇല്ലാത്തവന് 1 ഉറുപ്പിയാണെങ്കിലും മനസ്സറിഞ്ഞു കൊടുത്താൽ അത് വലുതാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കൊടുക്കുന്ന സ്വതക്കണ്ടല്ലോ, അത് ഖബറിൽ നമുക്ക് തണുപ്പായി, മഹ്ശറിൽ നമുക്ക് നിഴലായിട്ട് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ചൂട് എവിടെയാണെന്ന് അറിയുമോ? അത് മഹ്ശറിലാണ്. മഹ്ശറിലാണ് ഈ ചൂട് ഇങ്ങനെ അനുഭവിക്കുമ്പോ, അല്ലെ, മുമ്പൊക്കെ നമ്മളെ കോയമ്പത്തൂര് ഒരു 10 കൊല്ലം മുമ്പൊക്കെ ഇത്ര ചൂട് ഇതിന് 10 രൂപ ആകുമ്പോൾ ഒരു ചൂടില്ല. നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോ തണുത്ത കാറ്റ, ഇപ്പോഴോ ചൂട് കാറ്റടിക്കണേ, അല്ലെ? ഇങ്ങനെ ആണെങ്കിൽ ആ മഹ്ശറിലെ ചൂട് എന്തായിരിക്കും പ്രിയമുള്ളവരെ? ആയിരക്കണക്കിന് മൈൽ അപ്പുറത്തുള്ള സൂര്യന്റെ ചൂട് താങ്ങാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ വെറും 1.5 മൈൽ അകലെ വന്ന് സൂര്യൻ നിൽക്കുന്ന മഹ്ശറിൽ ആ ചൂടെങ്ങനെ താങ്ങാൻ കഴിയും? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മഹ്ശറിൽ ആളുകൾ ചെയ്ത തിന്മകൾക്കനുസരിച്ചുകൊണ്ട് അവര് വിയർപ്പിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും. വിയർപ്പ് വെള്ളമായി ചെളിയായി ഇങ്ങനെ മഹ്ശറിലുണ്ടാകും. ദുർഗന്ധം വമിക്കുന്ന, ചൊറിച്ചിലുണ്ടാക്കുന്ന, അസ്വസ്ഥയുണ്ടാക്കുന്ന വിയർപ്പ്. ആ വിയർപ്പിൽ ഓരോരോ തിന്മകൾക്കനുസരിച്ച് ഇങ്ങനെ ഉണ്ടാവും. ഏതുവരെ?
ചില ആളുകളുടെ കണ്ണിക്കാൽ വരെ വേർപ്പിൽ മുങ്ങിയിരിക്കും. ചില ആളുകളുടെ മുട്ടിൻകാൽ വരെ വേർപ്പിന്റെ വെള്ളമുണ്ടാകും. ചില ആളുകളുടെ അരക്കെട്ട് വരെ അവരുടെ വേർപ്പിന്റെ വെള്ളമുണ്ടാകും. ചില ആളുകളുടെ വായിലേക്ക് വയറപ്പ് കയറുന്നത് പോലെ ആ വയറപ്പിൽ ഇങ്ങനെ അവർ നിന്നുകൊണ്ടിരിക്കും. പാപങ്ങൾക്കനുസരിച്ചു കൊണ്ടുണ്ടാവും എന്നാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നന്മകൾ വർദ്ധിപ്പിക്കുകയല്ലാതെ അല്ലാഹുവിനേക്കുള്ള ദിക്റുകളും തസ്ബീഹുകളും നമസ്കാരവും സ്വലാത്തും ദുആയും നോമ്പും സകാത്തും വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊരാൾക്കും ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ആ ദിവസം ഒരാൾക്കും തന്റെ സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ദിവസമാണ്. അതുകൊണ്ട് അർശിന്റെ തണൽ അവിടെ പരലോകത്തിൽ ചൂടുണ്ടാകുമ്പോഴും മഹ്ശറിൽ ഇത്ര കത്തിക്കാണുന്ന ചൂടുണ്ടാകുമ്പോഴും കുറച്ചാളുകൾ റിസർവ്ഡായിട്ട് തണലുണ്ടാകും. അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ കുറിച്ച് അള്ളാഹു റസൂൽ എണ്ണി പഠിപ്പിക്കുകയുണ്ടായി. അതിലൊന്നാമത് പറഞ്ഞത് അള്ളാഹു റസൂൽ പറയുകയാണ്, സബ്അത്തുൻ ളില്ലുഹും അല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 വിഭാഗങ്ങൾക്ക് തണൽ നൽകും. അല്ലെ, ഏസിന്റെ തണുപ്പുണ്ട് മറ്റേ ഇവിടെ സുഖമായിരുന്നു ഉറങ്ങാൻ പറ്റൂല. ഉറക്കം വരുന്നത് എന്ത് ചെയ്യാ, ഒന്ന് മാറിയിരിക്കുക. അല്ലാതെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ എണീറ്റ് അവിടെ ഒന്ന് മാറിയിരിക്കാൻ റസൂൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെ ചുമരിൽ ചാരിയിരിക്കണ്, വയസ്സായ പല ഇടുപ്പിന് പ്രശ്നമുള്ള ആൾക്കാരോ രോഗികളൊക്കെ ചാരിയിരിക്കാൻ പാടുള്ളൂ. ഈ കുട്ടികളൊക്കെ എന്താ ചാരിയിരിക്കണത്, പ്രശ്നമില്ലാത്തവരൊക്കെ ശ്വസിലേക്ക് കയറിയിരിക്കും. കുട്ടികളൊക്കെ ചാരിയിരിക്കരുത് കേട്ടോ. നമ്മളത് ഡാൻസും പാട്ടും ഇതൊന്നും അല്ല. ഇത് പള്ളിയിൽ അള്ളാഹുവിന്റെ ഇബാദത്താണ് ഖുത്ബ. അത് കേൾക്കാൻ അതിന്റെ ഇരുന്ന് അത് ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തേണ്ടതുണ്ട്. രോഗികൾക്ക് ഇളവുണ്ട്, പക്ഷെ അല്ലാത്തവര് കിളവില്ല. അവര് സൊഫിൽ ശരിക്കിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണലുണ്ട്. ഒന്നാമത്തെ വിഭാഗം ചെറുപ്പക്കാരാണ്, യുവാക്കളെ, യൂത്തന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രത്യേകമായ ഗിഫ്റ്റാണ് പരലോകത്ത്. അവരുടെ ആ യുവകാലഘട്ടത്തിൽ, ചെറുപ്പകാലഘട്ടത്തിൽ എന്ത് തെറ്റും ഏത് തെമ്മാടിത്തരവും ചെയ്യാൻ സ്വാതന്ത്ര്യവും ആരോഗ്യവും ഉള്ള സന്ദർഭം. ആ സന്ദർഭത്തിൽ മനസ്സിനെ അടക്കി പിടിച്ചുകൊണ്ട് പഠിച്ചവൻ ഇഷ്ടപ്പെടുന്ന പോലെ നാവിനെയും കണ്ണിനെയും കാതിനെയും കൽബിനെയും കൈകളെയും കാലുകളെയും പൈസയും അധികാരവും ആരോഗ്യവും എല്ലാം പഠിച്ചവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നാളെ റബ്ബ് ആ ത്യാഗത്തിന്, ആ ക്ഷമക്ക് പ്രത്യേകമായൊരു ഗിഫ്റ്റ് തരുന്നു. അതാണ് എല്ലാ മനുഷ്യനും ചൂട് കണ്ടിങ്ങനെ പൊറുതിമുട്ടുമ്പോ, വിയർപ്പിനാളുകൾ ഇങ്ങനെ മുങ്ങിത്താഴുമ്പോ കുറെ യുവാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ കൊടുത്തവരെ സമാധാനത്തോടെ ഇങ്ങനെ നിർത്തും. ആരാണ്? ജീവിതത്തിൽ തിന്മ ചെയ്യാനുള്ള ആരോഗ്യവും സമയവും പൈസയും എല്ലാം ഉണ്ടായിട്ടും പടച്ചവനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മാത്രം ജീവിതം നയിച്ച ചെറുപ്പക്കാരികൾ, അവർക്ക് അള്ളാഹു നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. രണ്ടാമതായി പള്ളിയുമായിട്ട് മനസ്സുടക്കി കിടക്കുന്ന ആളുകളാണ്. സ്വഹാബത്തുൽ കിറാം സങ്കടമുണ്ടായാൽ പള്ളിയിലേക്ക് ഓടും, സന്തോഷമുണ്ടായാലും പള്ളിയിലേക്ക് ഓടും. അതെ, സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ഒരു വികാരമായിരുന്നു പള്ളി എന്നുള്ളത്. റസൂലുള്ളാഹിന്റെ പള്ളിയിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുക. അല്ലെ, നമ്മൾ പറയാറില്ലേ, എന്തെങ്കിലും പറഞ്ഞ പള്ളി പോയി പറയും. എന്താ അർത്ഥം? നമുക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടത്. എന്താ പള്ളി പോയി പറയുന്നതിനാൽ? പള്ളിയിൽ പോയി പറഞ്ഞതിന് പരിഹാരം ഉണ്ടെന്നാണ്. ഒരു മുസ്ലിമിന്റെ എല്ലാം പറയേണ്ട സ്ഥല പള്ളി എന്ന് പറയുന്നത്. പടച്ചവനോട്, അതുപോലെ മുഅ്മിനീങ്ങളോട് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അവർ പോലീസ് സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കല്ല ഓടുക. ഒരു മുഅ്മിൻ പള്ളിയിലേക്കാ വരിക. വിശ്വാസികൾ അവർക്ക് അല്ലാഹു നിർദ്ദേശിച്ച ആ നേതാക്കന്മാരോട്, അവരുടെ അമീറന്മാരോട് കാര്യം പറഞ്ഞ് കൂടിയിരുന്ന് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കും, തീരുമാനമെടുക്കും.
അതാണ് പള്ളിയിൽ പോയി പറയാന്നുള്ളത്. എന്ത് കാര്യം, സാമ്പത്തികമാകട്ടെ, കുടുംബമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, എന്ത് വിഷയമെങ്കിലും പരിഹരിക്കപ്പെടുന്ന സമാധാനത്തിന്റെ കേന്ദ്രമാണ് പള്ളി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പള്ളിയിൽ ഇമാമത്ത് നടക്കുന്നുണ്ടോ? അവിടെ പള്ളി പരിപാലിക്കാനുള്ള സാമ്പത്തികമായ സ്രോതസ്സുണ്ടോ? അവിടെ എന്തെങ്കിലും വീഴ്ചകളുണ്ടോ? എന്തെങ്കിലും എന്റെ സഹായം പൈസ കൊണ്ടോ ശരീരം കൊണ്ടോ എന്റെ സഹായം അവിടെ ആവശ്യമുണ്ടോ എന്നെപ്പോഴും ചിന്തിക്കുന്ന പള്ളിയുമായിട്ടുള്ള മനസ്സ് അങ്ങനെയുള്ള ആൾക്കാർ ആരുണ്ടോ അവർക്ക് പ്രത്യേകമായി കമ്മിറ്റിക്കാരെന്നാവണ്ട, കമ്മിറ്റി മെമ്പറെന്നാവണ്ട. ചില ആൾക്കാർക്ക് കമ്മിറ്റിക്കാരായാല് ഞാൻ കമ്മിറ്റിയിൽ ഞാൻ അന്വേഷിക്കണത്, അപ്പൊ കമ്മിറ്റിക്കാർക്ക് മാത്രം അള്ളാന്റെ അർശിന്റെ തണല് അല്ല. മുഅ്മിനായ ആർക്കും പള്ളിയിൽ വരാം. ഒരു കരട് കിടക്കുന്ന കണ്ടാൽ അത് എടുത്തു മാറ്റാം, അല്ലേ? ഇവിടെ വെള്ളിയാഴ്ച പള്ളി ക്ലീൻ ചെയ്യാൻ ആരുടെ ബാധ്യത? അത് പള്ളി ക്ലീൻ ചെയ്യൽ ആരുടെ കടമയാണ്? മുഅ്മിനീങ്ങളുടെ കടമയാണ്, അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഞാനൊന്ന് വന്ന് പായ് കൊട്ടിത്തരാം, ഞാനൊന്ന് തുടച്ചു തരാം, ഞാനൊന്ന് കഴുകിത്തരാം, നമുക്ക് സമയം ഉണ്ടെങ്കിലും ചെയ്യാറുണ്ടോ? പരലോകത്ത് കൂലി വേണ്ടേ? നേടിൽ പോയി നിൽക്കണ്ടേ? അത് മുഅദ്ദിന്റെ മാത്രം പണിയാണോ? നമ്മളില്ലാത്തത് കൊണ്ടാണ് മുഅദ്ദിന് ആ പണി എടുക്കേണ്ട വന്നത്, മനസ്സിലായോ? പക്ഷെ നമ്മൾ ചെയ്താൽ നമുക്ക് കൂലിയുണ്ട്. അതുകൊണ്ട് പള്ളിയുടെ ശുദ്ധീകരണത്തിൽ, പരിപാലനത്തിൽ, അതുപോലെ ദഅവത്തിന്റെ വിഷയങ്ങൾ, പള്ളിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും മനസ്സുണ്ടാവുക, അതിനെക്കുറിച്ച് അന്വേഷിക്കുക, ആ ഒരു ചിന്ത ഉണ്ടാവുക, എങ്കിൽ അവർക്ക് നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുമെന്നാണ്. അടുത്തതോ അള്ളാഹുവിനെ വേണ്ടി സ്നേഹിക്കുന്ന ആളുകള് പൈസയ്ക്ക് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, കുടുംബബന്ധം ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയല്ല, പടച്ചവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്നു. മക്കക്കാരെ, മദീനക്കാരെ സ്നേഹിച്ചത് എന്തുകൊണ്ടാ? കുടുംബ ബന്ധമുണ്ടോ? ഇല്ല. രാഷ്ട്രീയ ബന്ധമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവട ബന്ധമുണ്ടോ? ഒന്നുമില്ല. അള്ളാഹുവിനുള്ള ആ തൗഹീദിന്റെ ബന്ധം മാത്രമാണ്. ഭാഷാ പ്രയോഗങ്ങൾ പോലും വ്യത്യാസമാണ്. മക്കക്കാര് സംസാരിക്കും പോലെയല്ല മദീനക്കാര് സംസാരിക്കുക. അവരെ കൾച്ചറല്ല മദീനക്കാർക്കുള്ളത്. എന്നിട്ടും അവരങ്ങ് ചെന്നപ്പോ സ്വന്തം സഹോദരന്മാരായി, സഹോദരികളായി, ഉമ്മയായി, ബാപ്പയായി സ്വീകരിച്ചു. അതാണ് ഇസ്ലാം വളരാനുണ്ടായ ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക. അവർ ഒരുമിച്ച് കൂടുന്നതും ആ ഒരുമിച്ച് കൂടുന്നതും പിരിഞ്ഞു പോകുന്നതൊക്കെ പടച്ചു നഷ്ടപ്പെടുന്ന കാര്യത്തിലാകുക, എങ്കിൽ അവർക്ക് അർശിന്റെ തണലുണ്ട്. അതുപോലെ തന്നെ എല്ലാ പേരും പുകഴും തറവാടത്തും സൗന്ദര്യമുള്ള ഒരു പെണ്ണ് വ്യഭിചാരത്തിന് വേണ്ടി വിളിച്ചാൽ പടച്ചവനെ ഞാൻ ഭയപ്പെടുന്നു, എന്നെ അതിന് കിട്ടില്ല എന്ന് പറയാനുള്ള തഖ്വയുള്ള യുവാക്കൾ, മനുഷ്യന്മാർ, അതെ, സാഹചര്യവും സന്ദർഭവും ഒത്തുവന്നാൽ അവിടെ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയാനുള്ള തഖ്വയുള്ള ആളുകള്, അല്ലേ? വന്നാലേ അറിയുള്ളൂ നമ്മുടെയൊക്കെ ഈമാന്. പക്ഷെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഈമാൻ, സദാചാര രംഗത്ത്, ലൈംഗിക രംഗത്തുള്ള വിശുദ്ധിയുള്ള ആളുകൾ, അതുപോലെ തന്നെ സദഖ കൊടുക്കുന്ന ആള് വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയാത്ത, എന്ന് പറഞ്ഞാൽ സ്വന്തം കൈകൾ പോലും അറിയാത്ത, ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, മക്കൾ അറിയാതെ, കൂട്ടുകാരറിയാതെ, ആരും അറിയാതെ സദഖ കൊടുക്കുന്ന ആളുകൾ. ഭാര്യമാർക്ക് പൈസ കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്തു ചോദിക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരിഷ്ടമാണ്. കാരണം അവരാർക്കെങ്കിലും അറിയാതെ, നിങ്ങൾ അറിയാതെ കൊടുത്തുണ്ടാവും. അത് ചോദിച്ച് അവർ പറഞ്ഞ അതിന് കൂലി പോയി. അവർ തെറ്റായ രൂപത്തിൽ ചെലവഴിക്കുമ്പോൾ ചോദിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അതുപോലെ ഭർത്താക്കന്മാരാകട്ടെ, മക്കളാവട്ടെ, ആരും അറിയാതെ സദഖ കൊടുക്കുന്ന ആളുകൾ, അവർക്ക് അർശിന്റെ തണലുണ്ട്. ഒഴിവ് കിട്ടുമ്പോ, പണിയൊന്നുമില്ലാതെ ലീവ് കിട്ടുമ്പോ, രാവാകട്ടെ പകലാവട്ടെ എപ്പോഴാവട്ടെ, ഒറ്റയ്ക്കാണ് ചാൻസ് കിട്ടിയാൽ പടച്ചവനെ കുറിച്ചോർത്ത്, കബറിനെ കുറിച്ചോർത്ത്, മനുഷ്യരുടെ ചോദ്യങ്ങളെ കുറിച്ചോർത്ത്, നരകത്തിന്റെ ഭയാനതയെ കുറിച്ചോർത്തുകൊണ്ട് കരയാൻ കഴിഞ്ഞവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടും. അങ്ങനെ പടച്ചവനെ ഓർത്ത് ഒറ്റയ്ക്കിരിക്കും കരച്ചിൽ വരുന്ന ആളുകൾ, ഭക്തിയുള്ള മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല
അരിഷിന്റെ തണൽ ലഭിക്കുന്ന ഈ കഠിനമായ ചൂട് അനുഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, പഠിച്ചോനെ നാളെ മനുഷ്യൻ ഇതിനെക്കാളും കഠിനമായ 70 ഇരട്ടി ചൂടുള്ള ആ മനുഷ്യയിൽ നിന്റെ തണൽ ലഭിക്കുന്നതിൽ ഞാൻ ഏതിലെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് ഓരോരുത്തരും ചിന്തിക്കുക, പഠിച്ചോനെ ഈ 7 വിഭാഗം പറഞ്ഞതിൽ ഏതിലെങ്കിലും ഞാൻ ഉണ്ടോ? ഇല്ലെങ്കിൽ ഈ സെക്കൻഡ് മുതൽ അതിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക, അള്ളാഹുവിനെ ഉൾപ്പെടുത്തുവാനാണ്. إن الحمد لله كثيرا طيبا مباركا فيه ربنا ويرضى وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ വിശ്വാസികളെ, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമയങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ മുസ്ലിമായി കൊണ്ട് മാത്രം ഈ ലോകത്തിൽ നിന്ന് വിടകൊള്ളണേ എന്ന് സ്വന്തത്തോടൊപ്പം പോലെ നിങ്ങളോടും വീണ്ടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്ത ഒന്ന് ചൂടിന്റെ ഭയാനകതയാണ്. അതുകൊണ്ട് ചൂട് ഇങ്ങനെ വരുമ്പോ ഖബറിൽ കിടക്കുന്ന രംഗം, മനുഷ്യർ നിൽക്കുന്ന രംഗം ഓർക്കുകയും കണ്ണും കാതും നാവും പോക്കറ്റും കുടുംബമൊക്കെ നന്നാക്കുക, നല്ല മനുഷ്യരാവുക, നരകത്തിന് ഓർമ്മിക്കുക, സ്വർഗത്തിന് ആഗ്രഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത് അലൽ അറായിക് മുത്തഖീന ഫിഹാ അലൽ അറായിക് ലാ യറൗന ഫിഹാ ശംസൻ വലാ സബ്ഹരീറാ. ആ സ്വർഗത്തിൽ അധികമായ ചൂടോ അധികമായ തണുപ്പോ ഇല്ലാത്ത ആ എയർ കണ്ടീഷൻ സോഫകളിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾ സന്തോഷിക്കും സുഖിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും സ്വർഗത്തിന്റെ ആ മിത ശീതോഷ്ണത്തിൽ ഇരുന്ന് സന്തോഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വീഴ്ചമാറാകട്ടെ. ധാരാളം രോഗികളായ ആളുകൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ച വിദ്യാർത്ഥി ICUവിൽ നിന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. CBSE പരീക്ഷയിൽ 96.2% മാർക്ക് വാങ്ങി കുട്ടി ജയിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി അത് അറിഞ്ഞിട്ടില്ല. അത്ര മിടുക്കനായ കുട്ടിയാണ്, ദീനിയായ കുടുംബത്തിന്റെ സ്വലിഹായ മോനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ അസുഖം അല്ലാഹു ശിഫ നൽകുകയും ആരോഗ്യവും ഉള്ള ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവിധ മാറാരോഗങ്ങളും അധ്യാപനത്തിനും അല്ലാഹു നമ്മെയും നമ്മുടെ സമൂഹത്തിൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഠിനമായ ചൂടിൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന ഒരു കുളിർ നൽകി അല്ലാഹു നമ്മളെ സമാധാനിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشفع القنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وعلى آله وصحبه. സഫൂള് പരമാവധി ഞെരുക്കത്തോടെ കയറി നിൽക്കുക. ആകെ ഇവിടെ മാത്രമേ ആൾക്കാർ പുറത്തേക്കുള്ളൂ.